ഇക്കാലം രണ്ടാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈശോ 2 വലിയ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. ഒന്നാമതായി രോഗസൗഖ്യം നൽകി നിരന്തരമായി സാബത്ത് ലംഘനം നടത്തുന്നു. രണ്ടാമതായി ദൈവത്തെ പിതാവെന്ന് വിളിച്ച് അവർ തമ്മിലുള്ള തുല്യതയും ഐക്യവും ഉറപ്പിച്ചു പറയുന്നു. പിതാവ് ചെയ്തു കാണുന്നത് മാത്രമാണ് ഈശോ ചെയ്യുന്നത്. പിതാവും പുത്രനും ഒന്ന് തന്നെയെന്ന് ചുരുക്കം. എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. ഈശോ ചെയ്യുന്ന പ്രവൃത്തികളുടെയും അവൻ്റെ ജ്ഞാനമോ ദീപകമായ പ്രഭാഷണങ്ങളുടെയും ഉറവിടം പിതാവിൽ നിന്നുള്ളതാണ്. പിതാവിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ജീവൻ നൽകുന്നവയാണ്. അത് സ്വീകരിക്കാത്തവർക്ക് ജീവൻ ഉണ്ടാവുകയില്ല. ഈ വിശ്വാസരാഹിത്യം പാപമാണ്. ഞാൻ തന്നെയെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഈ പാപാവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് അവന് നിത്യജീവൻ നൽകാൻ പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നവനാണ് ഈശോ. പുത്രന് നൽകപ്പെട്ട ഈ അധികാരം അംഗീകരിക്കുന്നവർ പിതാവിനെയും ആദരിക്കുന്നു.